ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി നിറപുത്തരി. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി അയ്യനു മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ സമർപ്പിച്ചു. പൂജയ്ക്ക് ശേഷം നെൽക്കതിരുകൾ പ്രസാദമായി നൽകി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തർ നിറപുത്തരി സമർപ്പിക്കും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ടിൻറ്റു ദാസും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. പ്രജിത്ത്, പുലർച്ചെ തന്നെ നിറപുത്തരി പൂജ നടന്നു അല്ലേ? പ്രജിത്ത്, രാവിലെ 5:40 മുതൽ തത്സമയം ഉണ്ടായിരുന്നു ജനം TV പ്രേക്ഷകർക്കൊപ്പം. പ്രദീപ, ദേവിക, നമസ്തേ. രാവിലെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. ഏതാണ്ട് 5:36ഓടെയാണ് ഇവിടെ ക്ഷേത്രസന്നിധിയിൽ നിറപുത്തരി ചടങ്ങുകൾക്ക് തുടക്കമായത്. ആദ്യം കഴിഞ്ഞ ദിവസവും ഇന്ന് പുലർച്ചെയുമായി വിവിധ സംഘങ്ങളും ഭക്തരും എത്തിച്ച നെൽക്കതിരുകൾ അത് 18ാം പടിയിൽ വെച്ച് ശുദ്ധിയാക്കി അതിനുശേഷം തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നു. തിടപ്പള്ളിയിലെ പൂജകൾക്ക് ശേഷം ഈ നെൽക്കതിരുകൾ ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ശ്രീകോവിലിനുള്ളിലെ പൂജകൾ പൂർത്തിയാക്കിയ ശേഷം അത് ഭക്തർക്ക് വിതരണം ചെയ്യുകയുമാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിവിധ സംഘങ്ങൾ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ആറന്മുളയിൽ നിന്നുള്ള സംഘമാണ് ആദ്യം എത്തിയത്. തുടരാം പ്രജിത്ത്. ആറന്മുളയിൽ നിന്നുള്ള സംഘത്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ കൊടിമരച്ചൂട്ടിൽ സ്വീകരിക്കുകയും സ്വീകരിച്ച ശേഷം ഈ നെൽക്കതിരുകൾ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പാലക്കാട് നിന്നുള്ള സംഘവും പടി ചവിട്ടിയിരുന്നു. ഇന്ന് രാവിലെയാണ് അച്ചൻകോവിൽ നിന്നും നെൽക്കതിരുമായിട്ടുള്ള സംഘവും എത്തിയത്. എന്തായാലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം ഭക്തർ അവരുടെ നാടുകളിൽ നിൽക്കുമായി നെൽക്കതിരുകളുമായി ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും ഇത്തവണ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അധികം ആളുകൾ നെൽക്കതിരുമായി വരുന്നൊരു പതിവില്ല. പക്ഷേ ഇത്തവണ വളരെ കൂടുതൽ ഭക്തർ അവരുടെ നാടുകളിൽ നിന്ന് ഈ രീതിയിൽ നെൽക്കതിരുകളുമായി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. രാവിലെയും അത്യാവശ്യം തിരക്കുണ്ട്. ഇതൊരു സീസൺ സമയമല്ലായിരുന്നിട്ട് കൂടി രാവിലെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ നിറപുത്തരിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ കർത്തവാവ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ദിവസമാണ് ഈ ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് അതിലൊരു കറ്റ ക്ഷേത്രത്തിലേക്ക് ഈ വഴിപാടായി സമർപ്പിക്കുന്ന ഒരു ആചാരവും അല്ലെങ്കിൽ ഒരു പാരമ്പര്യമൊക്കെ ഉള്ളത്. ഈ ദേശപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെട്ടവർക്കെല്ലാം അതിൻ്റെയൊക്കെ ഒരു പങ്ക് ലഭിക്കുമെന്നുമാണ് ഒരു വിശ്വാസം. അപ്പോൾ അയ്യൻ എന്ന് പറഞ്ഞാൽ മലയാള നാടിൻ്റെ മൊത്തത്തിലുള്ളൊരു പരദേവതയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ ശബരിമലയിലെ ആ നിറപുത്തരി ചടങ്ങുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ എല്ലാ പ്രൗഢിയോടും അതിൻ്റെ എല്ലാ പുലിമയോടും കൂടി തന്നെയാണ് ഇന്ന് രാവിലെ നിറപുത്തരി ചടങ്ങുകൾ നടത്തുന്നത്. പ്രദീപ്, തിരക്ക് എങ്ങനെയുണ്ട് ശബരിമലയിൽ? ധാരാളം ഭക്തരെ ഇപ്പോൾ തന്നെ കാണാം. പ്രജിത്ത് സംസാരിക്കുമ്പോൾ തന്നെ പിന്നിൽ കാണാം. നിറപുത്തരി ദിവസം സമൃദ്ധിക്കായി പഞ്ഞമാസത്തിനോട് വിട പറഞ്ഞ് മറ്റൊരു പൊന്നിൻ ചിങ്ങ പുലരിക്കായി കാത്തിരിക്കുന്നവർ, ഐശ്വര്യം തേടി അനുഗ്രഹം തേടി വന്നിട്ടുള്ള വലിയ ഭക്തജന തിരക്ക്, വലിയ ക്യൂ തന്നെ അവിടെ കാണുന്നുണ്ട് അല്ലേ? പ്രദീപ്, മണ്ഡലമകര കാലത്തെ ഒരു തിരക്കില്ല എങ്കിലും മാസപൂജകളുടെയൊക്കെ ഒരു തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വൈകുന്നേരങ്ങളിലൊക്കെ മഴയായിരുന്നിട്ട് കൂടി രാവിലെ തന്നെ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തുകയും ദർശനം നേടി ഒട്ടനവധി ഭക്തരുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിൽ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയായതുകൊണ്ട് തന്നെ ഈ മലകയറ്റമൊക്കെ അത്യാവശ്യം ദുർഘടമായ അവസ്ഥയുണ്ട്. പക്ഷേ എന്നിട്ടും നിരവധി ഭക്തർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ, മലയാളികളായ ഭക്തർ എല്ലാവരും തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയും പുലർച്ചെയും അതിൻ്റെ തിരക്ക് ക്ഷേത്ര നടയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാവിലെ ഈ നിറപുത്തരി ചടങ്ങുകൾ കഴിഞ്ഞതോടുകൂടി തിരക്കിലൊരു കുറവ് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയിൽ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ ഇന്ന് ഈ ദർശന സമയം അവസാനിക്കുകയാണ്. എന്തായാലും കഴിയുന്നത്രയും പെട്ടെന്ന് ശബരിമല സന്നിധാനത്തെത്തി ദർശനം സുഗമമായി പ്രാപ്യമാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഭക്തരുള്ളത് എന്ന് പറയേണ്ടി വരും. നമുക്കിപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ രാവിലെ നിറപുത്തരി ചടങ്ങുകൾ കഴിഞ്ഞെങ്കിലും കൂടുതൽ നെൽക്കതിരുകളുമായിട്ടൊക്കെ ഭക്തർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ ചടങ്ങുകൾക്ക് മുന്നേ എത്തിച്ചേരാൻ കഴിയാത്തവരാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്നടക്കമുള്ളവർ വരുന്നുണ്ട്. സ്വാമി എവിടെയാണ്? திருச்சியில் தமிழ்நாட்டில் வந்து நெற்கதிர் அபிஷேகத்துக்கு யாத்திரை இயர்லி வரும். തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ നിന്നുള്ള ഒരു ഭക്തനാണ്. അദ്ദേഹവും നെൽക്കതിരുമായിട്ടൊക്കെ എത്തിയതാണ്. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു ആചാരത്തിൻ്റെ ഒരു വ്യാപ്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഓരോ വർഷം അതിൻ്റെ പ്രാധാന്യമൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി
ഈ നമ്മൾ കാണണം. പ്രത്യേകിച്ച് നാട്ടാചാരങ്ങളെയും പാരമ്പര്യങ്ങൾക്കുമൊക്കെ അത്രയ്ക്ക് പ്രാധാന്യം കിട്ടാത്തൊരു കാലത്തിൽ ഇത്തരമൊരു നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക തനിമയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഇത്തരം ഒരു ആചാരത്തിന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ ഭക്തർ രീതിയിൽ എത്തുന്നു എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. പ്രദീപ്, എന്തായാലും നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ ഒരു വശത്ത് ഭക്തർക്ക് ഇവിടെ പൂജിച്ച നെൽക്കതിരുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും കുറച്ചധികം ഭക്തർ വീണ്ടും നെൽക്കതിരുകളുമായി ഇങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ വളരെ സജീവമായി തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നിറപുത്തരി ചടങ്ങുകളുടെ എല്ലാ പ്രൗഢിയോടും അതിൻ്റെ പൊലിമയോടും കൂടി തന്നെ ശബരിമലയിൽ ഇന്ന് ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അത്യാവശ്യം ഭക്തജന തിരക്കും സന്നിധാനത്ത് നേരിടുന്നുണ്ട്. ഇപ്പോൾ ഒരു സുഗമമായ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു മഴ അന്തരീക്ഷമൊന്നും ഇന്ന് രാവിലെ സന്നിധിയിലില്ല. തെളിഞ്ഞ ആകാശമൊക്കെ ഉണ്ട്. അപ്പോൾ സുഗമമായ ദർശനം നടത്തി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഭക്തരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ശരി പ്രജിത്ത്, ദയവായി തുടരുക. നമുക്കൊന്ന് ശ്രീപത്മനാഭ സ്വാമി സന്നിധിയിലേക്ക് പോയി വരാം. ടിൻറ്റുദാസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. ടിൻറ്റുദാസ്, നമസ്തേ. എങ്ങനെയാണ് അവിടെയുള്ള കാഴ്ചകൾ? എത്ര മണി മുതലാണ് അവിടെ ഭക്തജനങ്ങളുടെ ഒരു വരവ് തുടങ്ങിയത്? നിറപുത്തരി പൂജ ഇവിടെ കഴിഞ്ഞോ? നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? ടിൻറ്റു. പ്രദീപിള്ള 5:45 ഈ വർഷത്തെ നിറപുത്തരി ചടങ്ങുകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ചത്. 5:45 5:45 6:15 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു നിറപുത്തരി ചടങ്ങുകൾ നടത്തിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥ കുളത്തിലെ തെക്കേ കൽമണ്ഡപത്തിൽ നിന്നും നെൽക്കതിരുകൾ തലയിൽ ചുമന്നുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് എത്തിക്കും. അവിടെ നിന്ന് ആയാതി പൂജകൾ നിർവഹിച്ചതിന് ശേഷം അകത്ത് കൊണ്ടുപോയി വലം വെച്ചതിന് ശേഷം ഈ പ്രത്യേകം തയ്യാറാക്കിയ ഈ പീഠത്തിൽ നെൽക്കതിരുകൾ അടുക്കി വെക്കും. അതിനുശേഷം പൂജ. അതിനുശേഷം ഈ നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്കും ആദ്യം രാജകുടുംബാംഗത്തിനായിരിക്കും നൽകുക. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഒരു വർഷത്തെ സമൃദ്ധിയാണ് പ്രധാനമായിട്ടും നിറപുത്തരി ചടങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കായുള്ള നെല്ല് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ധാന്യം കൊണ്ടുവരുന്നത് പുത്തരിക്കണ്ടം മൈതാനത്ത് കൃഷി ചെയ്ത ധാന്യമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. എല്ലാ വർഷവും തുടരുന്ന ആചാരമാണ്. പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രത്യേകം തയ്യാറാക്കിയ ചെറിയ ഒരു നെൽവയലിൽ നിന്നും ഇന്നലെ തന്നെ ഇത്തരത്തിൽ നിറപുത്തരിക്ക് ആവശ്യമായിട്ടുള്ള നെൽക്കതിർ എത്തിച്ചിരുന്നു. ആ നെൽക്കതിരാണ് ഈ നിറപുത്തരി ചടങ്ങുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും സമാനമായ മുഹൂർത്തത്തിൽ തന്നെ നിറപുത്തരി ചടങ്ങുകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5:45 കൂടി ആരംഭിച്ച ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. തെക്കേ നടയിലാണ് കൂടുതലും ഭക്തജനങ്ങൾ എത്തുന്നത്. കാരണം അവിടെ നിന്നാണ് നിറപുത്തരി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരു വർഷത്തേക്ക്, അതായത് വരുന്ന വർഷത്തേക്കുള്ള സമൃദ്ധിയും ഐശ്വര്യവുമാണ് നിറപുത്തരി ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറയിലും പത്തായത്തിലും ധാന്യവും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുക എന്നതാണ് നിറപുത്തരി ചടങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം കൊയ്തെടുക്കുന്ന ധാന്യം ഭഗവാന് അർപ്പിക്കുക എന്നും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. മുൻ വർഷങ്ങളിലൊക്കെ നടന്നപ്പോൾ തന്നെ സമാനമായി തലേ ദിവസം തന്നെ ഈ നഗരസഭയുടെ ചുമതലയുള്ളവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരിക്കായിട്ടുള്ള കറ്റയും അതുപോലെ നെൽക്കതിരുകൾ എത്തിച്ചിരുന്നു. ഈ ഭഗവാന് പൂജിച്ചതിന് ശേഷമുള്ള നെൽക്കതിരുകൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് നൽകും. അതോടൊപ്പം തന്നെ ഈ നെൽക്കതിരുകൾ കൊണ്ടുള്ള അവൽ പ്രസാദവും നൽകും. ഈ അവൽ പ്രസാദം വാങ്ങാനാണ് നിരവധി ആളുകൾ അല്ലെങ്കിൽ നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന നെൽക്കതിരുകൾ വീടിൻ്റെ മുന്നിൽ മാവില, കാഞ്ഞിരം തുടങ്ങിയ ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കി ഒരു കിഴി പോലെ വീട്ടിൻ്റെ മുന്നിൽ സൂക്ഷിക്കുന്നതും ഐശ്വര്യം നിലനിർത്തുമെന്നാണ് വിശ്വാസം. എന്തായാലും ഈ വർഷത്തെ നിറപുത്തരി ചടങ്ങുകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും പൂർത്തിയായിട്ടുണ്ട്. 5:45 അതോടൊപ്പം തന്നെ 5:45 6:15 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ഈ നിറപുത്തരി ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്രത്തിന്റെ പ്രധാന ആരാധ്യയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് പോയി വരാം. കാര്യം ഇപ്പോഴും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. ആൾക്കാർ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. പലരുടെയും കൈകളിൽ നെൽക്കതിരിൻ്റെ കെട്ടുകൾ ഉണ്ട്. നിറപുത്തരിക്കായി
പ്രത്യേകം കൃഷി ചെയ്ത നെൽക്കതിരുകളാണ് കറ്റകളാക്കി ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടിനൊപ്പം സന്നിധാനത്ത് എത്തിച്ചത്. ഇപ്പോഴും എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പൂജ കഴിഞ്ഞുവെങ്കിലും നേരത്തെ ടിൻഡു പറഞ്ഞതുപോലെ തന്നെ 5:45-നും 6:15-നും ഇടയ്ക്കായിരുന്നു നിറപുത്തരി പൂജ. പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് ഈ നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നു. ഈ നെൽക്കതിരുകളാണ് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത്. മറ്റൊന്നുമല്ല, സമൃദ്ധിയുടെ ഒരു ലക്ഷണം. പഞ്ഞമാസം കഴിഞ്ഞു, ചിങ്ങം വരുന്നു. ഇനി കൊയ്ത്ത് ഉത്സവമാണ്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പത്തായം എന്നും നിറഞ്ഞു തന്നെ ഇരിക്കുന്നതിനുള്ളൊരു പ്രാർത്ഥനയും വഴിപാടും കൂടിയാണ് ഈ ചെയ്യുന്നത്. ഈ നെൽക്കതിരുകൾ കൊണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്നു അടുത്ത വർഷത്തെ നിറപുത്തരി പൂജ വരെ. 18ാം പടിയിൽ സമർപ്പിക്കുന്ന നെൽക്കതിരുകൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി VN മഹേഷ് നമ്പൂതിരിയും ചേർന്നാണ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി സന്നിധാനം കിഴക്കേ മണ്ഡപത്തിൽ എത്തിച്ചത്. തന്ത്രി പൂജിച്ച ശേഷം സോപാനത്ത് എത്തിച്ച് വിഗ്രഹത്തിന് സമീപം വയ്ക്കുകയായിരുന്നു. ദൈവചൈതന്യം നിറച്ച നെൽക്കതിരുകൾ ശ്രീകോവിലും സോപാനത്തും കെട്ടിയ ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു തുടങ്ങി. പ്രജിത്ത് കേൾക്കാമെങ്കിൽ ഈ ഭക്തജനങ്ങൾക്ക് ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോഴും നെൽക്കതിരുകളുമായി ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ? പ്രജിത്ത്. പ്രതിഭ, അല്പം മുൻപ് പോലും കുറച്ച് ഭക്തർ അവർ തമിഴ്നാട് തിരുച്ചിയിൽ നിന്ന് വന്നവരാണ്. അവർ നെൽക്കതിരുകളുമായി ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ഈ ഒരു ചടങ്ങിന് അത്രയധികം പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ ഈ ആചാരത്തിന് അത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രദീപ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, നമ്മളുള്ള ക്ഷേത്രത്തിൻ്റെ മറ്റു വശത്ത്, തിളപ്പള്ളിയുടെ ഒരു വശത്തായി നെൽക്കതിരുകൾ ഇപ്പോഴും ഭക്തർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. പൂച്ച നെൽക്കതിരുകൾ അത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറുവശത്താണുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് നിന്നും, അതോടൊപ്പം കൊല്ലത്തെ അച്ചൻകോവിൽ നിന്നും, ആറന്മുളയിൽ നിന്നുമൊക്കെ വന്ന വിവിധ സംഘങ്ങളുണ്ട്. ആചാരപരമായി വർഷങ്ങളായി നിറപുത്തരിക്കുള്ള നെൽക്കതിരുകൾ എത്തിക്കുന്ന സംഘങ്ങൾ, അവർക്കും ഇപ്പോൾ നെൽക്കതിരുകൾ, പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആചാര പൊലിമയോടും കൂടി ഇപ്പോൾ ശബരിമലയിലെ നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും തിരക്ക് സാമാന്യം ഭേദപ്പെട്ട തിരക്ക് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥയൊക്കെ ഇച്ചിരി മോശമായിരുന്നുവെങ്കിലും അതിനൊക്കെ അവഗണിച്ച് അത്യാവശ്യം ഭക്തർ രാവിലെ തന്നെ, പുലർച്ചെ തന്നെ നട തുറന്നപ്പോൾ തന്നെ നല്ല ക്യൂ ശബരിമലയിൽ ഉണ്ടായിരുന്നു. അത് നിറപുത്തരി ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത്രയധികം ആളുകൾ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങിയിരുന്നു. ഇപ്പോഴും ആളുകളുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ ഈ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാസപൂജകൾക്കൊക്കെ ഉള്ളൊരു സമാനമായ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും നല്ല ഭക്തജന തിരക്കോടെ തന്നെ ഈ നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൊട്ടാണ് ഈ ചടങ്ങുകൾക്കുള്ള നെൽക്കതിരുകൾ സന്നിധാനത്തേക്ക് എത്തിച്ചത്. അത് കൊടിമരച്ചുവട്ടിൽ വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പിന്നീട് അത് ക്ഷേത്രത്തിൻ്റെ സംഭരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. രാവിലെ വീണ്ടും ഇത് ഈ 18ാം പടിയിൽ എത്തിച്ച് തീർത്ഥം തളിച്ച് ശുദ്ധീകരണം നടത്തി. അതിനുശേഷം തിടപ്പള്ളിയിലേക്ക് മാറ്റി അവിടെ പ്രത്യേകമായി ഒരുക്കിയ ഹോമകൂട്ടത്തിൻ്റെ വശങ്ങളിൽ വെച്ച് അതിനുശേഷം പൂജാ കർമ്മങ്ങൾ നടത്തി. അതിനുശേഷമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് ഭഗവാന് സമർപ്പിക്കാനായി നെൽക്കതിരുകൾ മാറ്റിയത്. ഒപ്പം ക്ഷേത്രത്തിലെ പൂജകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം ഈ നെൽക്കതിരുകൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് വിതരണം ചെയ്തു. അതിനുശേഷം ഇപ്പോഴും ഭക്തർക്ക് ആ നെൽക്കതിരുകൾ വാങ്ങാൻ അവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും. അത് തിടപ്പള്ളിയുടെ ഒരു വശത്ത് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പൂജകൾ കഴിഞ്ഞിട്ടും കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരടക്കമുള്ളവർ ക്ഷേത്രത്തിലേക്ക് നെൽക്കതിരുകളുമായി എത്തിയ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ശബരിമലയിലെ നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പഴയൊരു നാട്ടാചാരമാണ്. ആ നാട്ടാചാരത്തിൻ്റെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ശബരിമലയിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രദീപ്, ദയവായി തുടരുക. പ്രജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ അച്ചൻകോവിൽ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നെൽക്കതിരുകൾ നിറപുത്തരിക്കായി സന്നിധാനത്ത് എത്തിച്ചത്. നെൽക്കതിരുകൾ വഹിച്ചുകൊണ്ട് അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ഓഗസ്റ്റ് 11-നാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് സന്നിധാനത്ത് എത്തിയത്. പറഞ്ഞതുപോലെ തന്നെ പഞ്ഞമാസം എന്ന് പറയുന്ന കർക്കിടകം കഴിയുന്നു. ചിങ്ങപ്പുലരി ഇനി ദിവസങ്ങൾ മാത്രം അകലെ. അതിനു മുന്നോടിയായി പഞ്ഞമാസത്തിന് വിട പറഞ്ഞ്, അറുതിക്കൊക്കെ വിട പറഞ്ഞ്, പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ, സമൃദ്ധിയുടെ നാളുകൾ വരാനായി, പത്തായം എന്നും നിറഞ്ഞിരിക്കാനായി, കൊയ്ത്ത് നന്നായി നടക്കാനായി,
പട്ടിണിയും പരിവട്ടവും ഇല്ലാതിരിക്കാനായി ഒക്കെയുള്ള പ്രാർത്ഥനകളും പൂജകളും അതിൻ്റെ കൂടി സൂചകമാണ് ഈ നിറപുത്തരി പൂജ. നിറപുത്തരി പൂജയ്ക്ക് ശേഷം കിട്ടുന്ന നെൽക്കതിരുകളാണ് ഭക്തജനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ സൂക്ഷിക്കുന്നതും. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം നിറപുത്തരി പൂജ ഇന്ന് നടക്കുന്നുണ്ട്. ശബരിമല സന്നിധാനത്ത് നിന്ന് വിഷ്വൽ ജേർണലിസ്റ്റ് ഗോപനൊപ്പം പ്രജിത് മോഹനാണ് ചേർന്നത്. അതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി സന്നിധിയിൽ നിന്ന് ടിൻറ്റു ദാസും ആണ് നിറപുത്തരി വിശേഷങ്ങളുമായി ചേർന്നത്. പുലർച്ചെ തന്നെ പൂജകൾ ആരംഭിച്ചിരുന്നു. ഇന്നലെ തന്നെ ഈ നെൽക്കതിരുകൾ സന്നിധാനത്ത് എത്തിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പൂജകൾക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് നെൽക്കതിരുകൾ സോപാനത്തിൽ എത്തിച്ചതും ഒടുവിൽ സന്നിധാനത്ത് ശ്രീ അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് സമീപം ഇത് സ്ഥാപിച്ചു. ഇതിന് ശേഷമാണ് പൂജകൾക്ക് ശേഷമാണ് പ്രസാദം ആയി നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തത്. അപ്പോൾ പൂജകൾ പുലർച്ചെ 5:45 ആരംഭിച്ച് 6:15 സമാപിച്ചു. നിറപുത്തരി പൂജകൾക്കായുള്ള മാത്രമായി നട തുറന്നതാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഹരിവരാസനം പാടി ശബരിമല സന്നിധാനം അടയ്ക്കും. ഇനി ചിങ്ങമാസ പൂജകൾക്കായി ചിങ്ങം 1/17 ഓഗസ്റ്റ് 16 വൈകുന്നേരം വീണ്ടും നട തുറക്കും. അപ്പോഴും ജൻ ടി വിക്കൊപ്പം നമുക്കെല്ലാവർക്കും ശബരിമല അയ്യൻ്റെ ദർശനത്തിനായി കാത്തിരിക്കാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നിറപുത്തരി ആശംസകൾ. ദുരന്തത്തിൻ്റെയും അറുതിയുടെയും വറുതിയുടെയും ഒക്കെ പഞ്ഞമാസം കടന്നു പോകട്ടെ. നിറഞ്ഞ പത്തായങ്ങൾ, നിറഞ്ഞ മനസ്സുകൾ ഒക്കെ ആശംസിക്കാം.